കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ത തത്ത ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നന്ദരാക്ഷസാന്തകം. നമ്മൾ 4-ാം സർഗത്തിൽ ഈ ശുകനെ വിട്ടു പറഞ്ഞുവല്ലോ. ശുകനെ അഴിച്ചു വിട്ടപ്പോൾ ശുകൻ രാവണൻ്റെ അടുത്ത് വന്ന് പറയണതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ശുകൻ പറഞ്ഞു, ഹേ രാവണ പ്രഭോ, ഈ പുരുഷന്മാരിൽ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും ആ 4 പേര് ഒരുമിച്ച് വന്നാൽ ലങ്കയെ തലകീഴായി മറിക്കുകയും ചുട്ട് ഭസ്മാക്കി നശിപ്പിക്കാനും കഴിവ് അവർ 4 ആൾ മാത്രം മതി. അതിന് അവർ 4 ആളും കൂടി വിചാരിച്ചാൽ ഈ ലങ്കയെ ചുട്ട് ഭസ്മാക്കി കീഴ്മേൽ മറിക്കാൻ കഴിവുണ്ട്. ബാക്കി വാനന്മാരൊക്കെ മിണ്ടാതിരുന്നോട്ടെ, ഇവരൊരു 4 ആൾ മാത്രം മതി, അത്ര ശക്തന്മാരാണെന്ന് പറഞ്ഞു അല്ലേ. അത് പറഞ്ഞാൽ നിർത്തിയതേ. 25-ാമത്തെ ശ്ലോകം ഇനി എന്താണ്? 4-ാം സർഗത്തിലെ യുദ്ധകാണ്ഡ 4-ാം സർഗത്തിലത്തെ 25-ാമത്തെ ശ്ലോകം നമുക്ക് ചെയ്യാം. തസ്യ യാദൃഗ്ബലം ദൃഷ്ടം രൂപം പ്രഹരണാനീച്ച വധിഷ്യതി പുരം സർവമേകസ്തിഷ്ഠന്തു തേ ത്രയഃ. തസ്യ അവൻ്റെ യാദൃക് രൂപം, യാതൊരു വിധത്തിലുള്ള രൂപവും, ബലം ബലവും, പ്രഹരണാനീച്ച ആയുധങ്ങളും, ദൃഷ്ടം കാണപ്പെട്ടുവോ, ഏക ഒരുവൻ, സർവം പുരം സകല ഈ സ്ഥലത്തിന് ഈ പട്ടണത്തെയും, വധിഷ്യതി വധിക്കും, തേ ത്രയഃ തിഷ്ഠന്തു ആ 3 പേരിരിക്കട്ടെ. എന്താ പറഞ്ഞു വെച്ചാൽ, അതായത് അത്ര തന്നെ വേണ്ടാന്ന്. ഞാൻ കണ്ടുല്ലോ ആ കണ്ട രാമൻ്റെ ആകൃതിയും, ഞാൻ രാമനെ കണ്ടിട്ടല്ലേ ഇപ്പോൾ വരണേ, ഇനിയിപ്പോൾ ഈ 4 ആൾ തന്നെ വേണ്ടാന്ന്. അതായത് ഞാൻ കണ്ടില്ലേ രാമൻ്റെ ആകൃതിയും ബലവും ആയുധങ്ങളും, ആലോചിച്ചാൽ അങ്ങയുടെ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആ രാമൻ ഒറ്റ ആൾ സമർത്ഥനാണ്. ആ ഒറ്റ ആളെ വേണ്ടൂ. ഞാൻ ഇതിനു മുമ്പ് 4 ആളെ പറഞ്ഞുവല്ലോ, വേണ്ട. ആ രാമൻ്റെ പ്രഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കയ്യിലുള്ള ആയുധങ്ങളും ഒക്കെ ആലോചിച്ചാൽ ഞാനൊന്ന് പറയാം, അങ്ങയുടെ ഈ പട്ടണത്തിനെ തവിട് പൊടിയാക്കാൻ ആ രാമൻ ഒരൊറ്റ ആൾ സമർത്ഥനാണ്. ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും ഒക്കെ 3 പേരും മിണ്ടാതെ അവിടെ നോക്കിയിരുന്നാലും രാമൻ തന്നെ ലങ്ക നശിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെ ഇരിക്കെ പിന്നെ 4 ആളുണ്ടെങ്കിൽ പിന്നത്തെ കഥ ആലോചിച്ച് നോക്കൂ, രാമൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 4 ആളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സൈന്യത്തോട് നമ്മുടെ സൈന്യത്തിന് എങ്ങനെ എതിർക്കാൻ പറ്റും? അതുകൊണ്ട് അവരോട് എതിർക്കാതിരിക്കുകയാണ് നല്ലത്. ശ്രീരാമൻ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ ലങ്ക മുഴുവൻ ഭസ്മാക്കാം. അതിൻ്റെ പോരാത്തതിന് അവരുടെ കൂടെ 3 ആളും കൂടി ഉണ്ട്. പിന്നെ വാനരന്മാരുണ്ട്, അത് പോട്ടെ. അതുപോലെ ബലശാലികളായിട്ടുള്ള 3 ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം പിന്നെ അവരോട് എതിർക്കാൻ പോണത് നമുക്ക് ഗുണം ഉണ്ടാകുമെന്ന് തോന്നണില്ല എന്ന് പറയാണ് ആര്? ഈ ശുകൻ. തസ്യ യാദൃക് ബലം ദൃഷ്ടം രൂപം പ്രഹരണാനി ച വധിഷ്യതി പുരം സർവമേകസ്തിഷ്ഠന്തു തേ ത്രയ. അതായത് ഒറ്റയ്ക്ക് പറ്റും, ബാക്കി 3 ആൾ വെറുതെ ഇരുന്നാലും പറ്റുന്ന. അതായത് മുമ്പ് പറഞ്ഞു ബാക്കി വാനന്മാർ വെറുതെ ഇവർ 4 ആളും കൂടി ചെയ്യുന്ന. എന്നിട്ട് പറയാം അതല്ല, അതും കൂടിയല്ല, രാമൻ ഒറ്റയ്ക്ക് പറ്റും. പശ്യ വാനരസേനാം താം അസംഖ്യാതാം പ്രപൂരിതാം ഗർജന്തി വാനരാസ്തത്ര പശ്യ പർവ്വതസന്നിഭാഃ ന ശക്യാസ്തേ ഗണയിതും പ്രാധാന്യേന വദാമി തേ. അസംഖ്യാതാം, അതായത് എത്രയാണെന്നറിയില്ല വാനരന്മാരുടെ എണ്ണം. അസംഖ്യം. പ്രപൂരിതാഹ, നിറഞ്ഞിരിക്കുന്നു. എവിടെ? നിറഞ്ഞിരിക്കുന്ന വാനരസേന. വാനരസേനയെ പശ്യ, കണ്ടാലും അങ്ങോട്ടൊന്ന് നോക്കൂ. ആ
സുവേല പർവ്വതത്തിലേക്കൊന്ന് നോക്കൂ, അവിടെയുള്ള വാനരന്മാർക്ക് കയ്യും കണക്കില്ല. പർവ്വത സന്നിഭാഹ വാനര, പർവ്വതത്തിൻ്റെ അത്ര വലിപ്പമുള്ള വാനരന്മാരെ, പർവ്വതത്തിൻ്റെ തുല്യമായിട്ടുള്ള വാനരന്മാരെ ഗർജന്തി, അതാ ഉറക്ക ശബ്ദം ഉണ്ടാക്കണു. ഗണയിതും എണ്ണുവാനായിക്കൊണ്ട് തേ അവർ ന ശക്യ, എത്ര വാനരന്മാരുടെ നമുക്ക് എണ്ണാൻ തന്നെ സാധിക്കില്ല. അതാണ് അസംഖ്യം എന്ന് പറഞ്ഞത്. പ്രാധാന്യേന, പ്രധാനത്തെ അനുസരിച്ച് തേ വദാമി, എങ്കിലും അതിലത്തെ പ്രധാനികളുടെ പേര് ഞാൻ പറയാം. അതാണ് എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം ലങ്ക നിറഞ്ഞു നിൽക്കണ ആ വാനരന്മാരെ ഒന്ന് നോക്കൂ അങ്ങ്. പർവ്വത തുല്യന്മാരായിട്ടുള്ള ഈ വാനരന്മാരെ യുദ്ധത്തിന് റെഡിയായിട്ട് മതിച്ച് സന്തോഷത്തോടു കൂടി ഇതാ ഉച്ചത്തിൽ അവരെ ഗർജിക്കണവരൊക്കെ. അവരുടെ എണ്ണം എത്ര വാനരന്മാരുണ്ടെന്ന് എനിക്കിപ്പോൾ എണ്ണി പറയാൻ സാധിക്കില്ല. അവരിൽ പ്രമാണികളെ ഞാൻ ആരൊക്കെയാണെന്ന് അങ്ങോട്ട് പറയാം. ആദ്യം ഇവർ 4 ആളെ പറഞ്ഞു. ഈ വാനന്മാരിൽ പ്രമാണികൾ ആരാന്ന് ഞാൻ പറയാം. പക്ഷെ അവർ എത്ര വാനന്മാരുണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല, എണ്ണാൻ സാധിക്കാത്ത അത്ര ഉണ്ട്. ഓരോരുത്തരുടെ വലിപ്പമാണെങ്കിലും പർവ്വതത്തിൻ്റെ വലിപ്പമുണ്ട്. ഒന്ന് നോക്കൂ, അങ്ങനെ നോക്കൂ. ഞാൻ അവരുടെ പ്രധാനികളുടെ ഞാൻ പറയാം ആരൊക്കെയാണെന്ന് പറഞ്ഞു. പശ്യ വാനരസേനാം താമസംഖ്യാതാം പ്രഭൂരിതാം ഗർജന്തി, അവർ ഗർജിക്കണു, ഉറക്ക ശബ്ദം ഉണ്ടാക്കണ്ട. വാനരാസ്തത്ര പശ്യ, കണ്ടാലും പർവ്വത സന്നിഭാഹ, പർവ്വത തുല്യന്മാരെ. ന ശക്യാസ്തേ ഗണയിതും, എണ്ണാൻ സാധിക്കില്ല. പ്രാധാന്യേന വദാമിതേ, അവരിൽ പ്രധാനികളെ ഞാൻ പറയാം. ഇനി 27. ഏഷയോഭിമുഖോ ലങ്കാം നദംസ്തിഷ്ഠതി വാനര യൂഥപാനാം സഹസ്രാണാം ശതേന പരിവാരിത സുഗ്രീവസേനാധിപതിർനീലോ നാമാഗ്നിനന്ദന. ലങ്കാം അഭിമുഖ, ലങ്കയ്ക്ക് നേരെ നോക്കുന്നുണ്ട് ഒരു വാനരൻ. അതാണ്. പിന്നെ നദൻ ഗർജിക്കുന്നുണ്ട്, ഉറക്ക ഗർജിച്ചുകൊണ്ട് ലങ്കയെ നോക്കുന്നവനും സഹസ്രാണാം ശതേന യൂഥപാനാം, 100,000 വാനര സംഘത്തിൻ്റെ നാഥന്മാരാൽ പരിവാരിത ചുറ്റപ്പെട്ടവനുമായിട്ട് യഹ വാനര, ഏതൊരു വാനരൻ നിഷ്ഠതി, കാണാണ്ടോ അങ്ങക്ക് കാണിച്ചു കൊടുക്കണം, കാണാം ഇവിടുത്തെ. ഇതാ ഒരു വാനരനെ കാണാനില്ലേ, അനവധി 100,000 വാനരന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഗർജിച്ചുകൊണ്ട് ലങ്കയ്ക്ക് നേരെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു വാനരൻ. ആരാണ് ലങ്കയ്ക്ക് നേരെ നോക്കി നിൽക്കുന്നത്? ഏഷ, ഇവൻ അഗ്നിനന്ദനാൽ നീലാനാമ, അഗ്നിയുടെ പുത്രനാണ്, അഗ്നിദേവൻ്റെ പുത്രനായിട്ടുള്ള നീലൻ എന്ന പേരോട് കൂടിയിട്ടുള്ള വാനരനാണ്. ഇതാ അവിടെ നിൽക്കണ്ട ലങ്കയെ നോക്കി അനവധി വലിയ വാനരന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, വാനര സൈന്യത്തിലത്തെ സേനാനികളാൽ വലിയ നാഥനായിട്ടുള്ള അവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഈ സുഗ്രീവസേനയുടെ മുഴുവൻ അധിപതിയായിട്ട് നിൽക്കണ്ടല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ലങ്കയെ നോക്കി നിൽക്കണില്ലേ, അയാളുടെ പേരാണ് നീലൻ, അഗ്നിഭഗവാന്റെ പുത്രനാണ്. അതായത് വാനര സൈന്യത്തിൻ്റെ അധിപതി നീലനാണ്. അതുകൊണ്ടാണ് എല്ലാവരും ചുറ്റപ്പെട്ട നീലൻ ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് ലങ്കയെ നോക്കി ഇപ്പം ഞാൻ ലങ്കയെ ഭസ്മാക്കുന്നുള്ള ദേഷ്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. അതാണ് നീലൻ അകലെയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീലൻ ആരാണ്? അഗ്നിപുത്രനാണ്, വാനര സൈന്യാധിപതിയാണ് എന്ന് പറഞ്ഞു. നീലനെ പരിചയപ്പെടുത്തി. ഏഷ യോഭിമുഖോ ലങ്കാം നദം സ്തിഷ്ഠതി വാനര, ഗർജിച്ചുകൊണ്ട് ലങ്കയെ നോക്കി നിൽക്കണു. യൂഥപാനാം സഹസ്രാണാം ശതേന പരിവാരിത, അനവധി വാനര പ്രധാനികളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സുഗ്രീവസേനാധിപതിർ നീലോ നാമാഗ്നിനന്ദന, സുഗ്രീവൻ്റെ സേനാധിപതിയായിട്ടുള്ള നീലൻ അതാ നിൽക്കണു, അഗ്നിപുത്രൻ. ഇനി 28. ഏഷ പർവ്വത ശൃംഗാഭ പത്മകിഞ്ചൽക്കസന്നിഭഃ, പിന്നെയോ സ്ഫോടയിത്യഭിസംരബ്ധോ ലാംഗൂലം ച പുനഃ യുവരാജോ ഗതോ നാമ
ബാലിപുത്രോതിവീര്യവാൻ. പിന്നെ പർവ്വതശൃംഗാഭ, പർവ്വതത്തിൻ്റെ ഒരു കൊടുമുടി പോലെയാണ് കണ്ടാൽ അങ്ങനെ ഇരിക്കുന്നവനും, പർവ്വതത്തിൻ്റെ കൊടുമുടിയാണോ എന്ന് തോന്നുന്നവനും. പത്മകിഞ്ചൽക്ക സന്നിഭ, താമരയുടെ ആ അകത്ത അതില്ലേ മഞ്ഞ നിറത്തിലുള്ള കേസരം പോലെ ഇരിക്കുന്ന നിറത്തോടു കൂടിയവനും. പിന്നെയോ അഭിസംരബ്ധ, അത്യന്തം ദേഷ്യം മുഖത്ത് നേളിക്കുന്നവനും. ഏഷ ഇവൻ ലാങ്കൂലം, വാലിനെ, അവനെ എങ്ങനെയാ വാലിനെ പുനഃസ്ഫോടയതി, പിന്നെയും അടിക്കുന്നുണ്ട് അങ്ങനെ നിലത്ത് ആ പർവ്വതത്തിലെ. ബാലിപുത്ര, ബാലിയുടെ പുത്രനും അതിവീര്യവാൻ, മഹാവീരപരാക്രമിയായിട്ടുള്ള അംഗദനാമ, അംഗദനുള്ള പേരെന്നുള്ളവനുമായ യുവരാജാവാകുന്നു. ആദ്യം സുഗ്രീവൻ്റെ സേനാധിപതിയായിട്ടുള്ള നീലനെ കാണിച്ചു കൊടുത്തു, അഗ്നിപുത്രനായിട്ടുള്ള. ഇപ്പം ആരെ കാണിച്ചു കൊടുക്കണേ? ബാലിയുടെ മകനായിട്ടുള്ള അംഗദനെയാണ് കാണിച്ചു കൊടുക്കണത്. പർവ്വതത്തിൻ്റെ കൊടുമുടി പോലെ വലിയ ശരീരവും താമരയുടെ ഉള്ളിലത്തെ കേസരത്തിൻ്റെ നിറമുള്ളവനും, അത്യന്തം കോപത്തോടെ തൻ്റെ വാല നിലത്തടിക്കുന്നവനും ആയി. ആ കാണുന്ന വാനരൻ ആരാണോന്നോ പറയാം, ബാലിയുടെ പുത്രനായിട്ടുള്ള മഹാവീരപരാക്രമിയായിട്ടുള്ള അംഗദനാണ്. മാത്രമല്ല ബാലി മരിച്ചപ്പോൾ യുവരാജാവുമാണ് സുഗ്രീവൻ രാജാവും അംഗദനാണ് യുവരാജാവ് എന്ന് പറഞ്ഞു. അംഗദനെയും കാണിച്ചു കൊടുത്തു. നീലനെ കണ്ടു, അംഗദൻ യുവരാജാവായിട്ടുള്ള അംഗദനെ കാണിച്ചു കൊടുത്തു. ഏഷ പർവ്വതശൃംഗാവഭ പത്മകിഞ്ചൽക്ക സന്നിഭ. ഇനി സ്ഫോടയത്യഭിസംരബ്ധോ ലാങ്കൂലം ച പുനഃ. വാലിങ്ങനെ ദേഷ്യം കൊണ്ട് അടിക്കുന്നുണ്ട്. യുവരാജോംഗദോ, യുവരാജാവായിട്ടുള്ള അംഗദൻ. നാമ, അതാണ് പേര്, ബാലിപുത്രോ അതിവീര്യവാൻ, ബലിയുടെ പുത്രനാണ്, വീരനുമാണ്. ഇനി യേന ദൃഷ്ടാ ജനഗജ രാമസ്യാതീവ വല്ലഭ ഹനുമാനേഷ വിഖ്യാതോ ഹതോ യേന തവാത്മജ. ഇനി ഹനുമാൻ ആരാ? ഹനുമാൻ ഒരുമാതിരി ഹനുമാനെ പറ്റി അറിയാം. കാരണം അക്ഷകുമാരനെ സ്വന്തം മകനെ അനവധി രാക്ഷസന്മാരെയും കൊന്നൂലോ, ലങ്ക ചുട്ടുകരിക്കുകയും ചെയ്തു. ഇനി ഹനുമാനെ കാണിക്കണം. രാമൻ്റെ അതീവ വല്ലഭ ജനകജ, ഏറ്റവും പ്രിയയായ ജാനകിയെ, ഏനാ ദൃഷ്ട, ആരാണ് വന്ന് കണ്ടുപോയത്? ആരാൽ? ജാനകി ഏതു വാനരനാൽ കാണപ്പെട്ടുവോ, മീൻസ് ഏതു വാനരനാണ് ജാനകിയെ വന്ന് കണ്ടുപോയത്? ഏന ആള തവ ആത്മജ, അങ്ങയുടെ പുത്രൻ ഹതഹ ഹനിക്കപ്പെട്ടുവോ? ഏതു വാനരനാണ് അങ്ങയുടെ പുത്രനെ ഹനിച്ചത്? വിഖ്യാത, പ്രസിദ്ധനായ ഹനുമാൻ ഏഷ, അതാണ് ഹനുമാൻ. ഇതാ കണ്ടോളൂ ഹനുമാനെ. ആരാ? അതാ നിൽക്കണു ഹനുമാൻ. ആ വാനരൻ രാമൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ജാനകിയെ ഇവിടെ വന്ന് കണ്ട് തിരിച്ചുപോയി വിവരം പറഞ്ഞവനാണ്. മാത്രമല്ല അങ്ങയുടെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ വധിച്ചവനുമാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഹനുമാൻ അതാ നിൽക്കണു. അതായത് സീതയെ കണ്ട് ലങ്കയൊക്കെ ചുട്ടുകരിച്ച് അതിൻ്റെ കൂടെ അക്ഷകുമാരനെയും അനവധി രാക്ഷസന്മാരെയും കൊന്ന് തിരിച്ചുപോയി ഇപ്പം ഇവരെയും കൂട്ടി കൊണ്ടുവന്നില്ലേ, ആ വാനരനാണ് ഹനുമാൻ. വളരെ പ്രസിദ്ധൻ, അതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഹനുമാനെ കാണിച്ചു കൊടുത്തു. ഇപ്പം നീലനെ കാണിച്ചു കൊടുത്തു, അംഗദനെ കാണിച്ചു കൊടുത്തു, ഹനുമാനെ കാണിച്ചു കൊടുത്തു. യേന ദൃഷ്ടാ ജനഗജ രാമസ്യാതീവ വല്ലഭ ഹനുമാനേഷ വിഖ്യാതോ ഹതോ യേന തവാത്മജഃ. 30. ശ്വേതോ രജതസങ്കാശോ മഹാബുദ്ധിപരാക്രമഃ തൂർണം സുഗ്രീവമാഗമ്യ പുനർഗച്ഛതി വാനരഃ. സുഗ്രീവനെ ആഗമ്യച്ചാൽ സുഗ്രീവൻ്റെ അടുത്ത് വന്നിട്ട് പുനഃഗച്ഛതി മടങ്ങിപ്പോണത്. രാജതസങ്കാശ, വെള്ളി നിറാണ് ആ വാനരന്. മഹാബുദ്ധി പരാക്രമ, മഹാബുദ്ധിയും പരാക്രമവുമുള്ള വാനര ശ്വേത, അവൻ്റെ പേര് ശ്വേതൻ എന്നാണ്. വെളുത്ത
ഈ വെള്ളിയുടെ നിറാവ് കൊണ്ടാവും ശ്വേതൻ്റെ പേര്. എന്തായാലും വേറൊരാളെ കാണിക്കുകയാണ്, വേറൊരു വാനരനെ. ഇതപ്പം കാണാനില്ലേ, സുഗ്രീവൻ്റെ അടുത്ത് വന്ന് മടങ്ങിപ്പോണു. വെളുത്ത നിറമുള്ള ഒരു മഹാബുദ്ധിമാനും പരാക്രമിയായിട്ടുള്ള ഒരു വാനരനെ കാണാനില്ലേ സുഗ്രീവൻ്റെ അടുത്തേക്ക്. ഇതപ്പം വന്നു, എന്തോ പറഞ്ഞു, തിരിച്ചു പോയി. ആ വെളുത്ത വെള്ളി പോലെ നിറമുള്ള ആ അതിപരാക്രമശാലിയായിട്ടുള്ള ആ മഹാബുദ്ധിമാനായിട്ടുള്ള ആ വാനരൻ്റെ പേരാണ് ശ്വേതൻ. അത് കണ്ടോളൂ എന്ന് പറഞ്ഞു ശ്വേതനെ കാണിച്ചു കൊടുത്തു. നീലൻ, അങ്കദൻ, ഹനുമാൻ, ശ്വേതൻ, ഇത്രയും പറഞ്ഞു കൊടുത്തു. ഇനി ശ്വേതോ രജസസങ്കാശോ മഹാബുദ്ധി പരാക്രമ തൂർണം സുഗ്രീവമാഗമ്യ പുനർഗച്ഛതി വാനര. ഇനി 31. യസ്ത്വേഷ സിംഹസങ്കാശഃ പശ്യത്യതുലവിക്രമഃ രംഭോ നാമ മഹാസത്വോ ലങ്കാം നാശയിതും ക്ഷമഃ. സിംഹസങ്കാശ അതുലവിക്രമഃ യപശ്യതി. ഇനി വേറൊരാൾ സിംഹത്തിന് തുല്യവും അസാധാരണ പരാക്രമമുള്ള വേറൊരിത് അതാ ഒരാൾ നോക്കണോ. മഹാസത്വ രംഭനാമ ഏഷ. അയാളുടെ പേരെന്താ വെച്ചാൽ സിംഹതുല്യനാണ് പറഞ്ഞില്ലേ. സിംഹതുല്യനും അസാധാരണ പരാക്രമമുള്ള ആ ഒരു കുരഞ്ഞപ്പം നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, അയാളുടെ പേരാണ് ആ മഹാസത്വം എന്ന് പറയുന്നുണ്ട്. മഹാബലവാനായിട്ടുള്ള അവൻ്റെ പേര് രംഭൻ എന്നാണ്, രംഭനാമ. ഇവന് ലങ്കാ നാശയിതും ക്ഷമ. ലങ്കയെ നശിപ്പിക്കാൻ സമർത്ഥനാണ് ഇവൻ, ഈ രംഭൻ. അത്ര ചില്ലറക്കാരനൊന്നുമല്ല. അങ്ങോട്ട് നോക്കൂ, അതാണ് രംഭൻ എന്ന് പറഞ്ഞരാ വാനരൻ. അവന് വേണമെങ്കിൽ ഈ ലങ്കയെ നശിപ്പിക്കാനുള്ള സാമർഥ്യമുണ്ട്. അതായത് സിംഹത്തിനെ പോലെ ഇങ്ങോട്ട് നോക്കണം. ആ മഹാപരാക്രമശാലിയായിട്ടുള്ള ആ വാനരൻ്റെ പേര് രംഭൻ എന്നാണ്. ലങ്കയെ നശിപ്പിക്കാൻ അവനൊരുത്തൻ മതി, അത്ര ബലശാലിയാണ്. യസ്ത്വേഷ സിംഹസങ്കാശ പശ്യത്യതുലവിക്രമ രംഭോ നാമ മഹാസത്വോ ലങ്കാം നാശയിതും ക്ഷമ ഏഷ പശ്യതി വൈ ലങ്കാം ദിദക്ഷന്നിവ വാനര ശരഭോ നാമ രാജേന്ദ്ര കോടിയൂഥപനായക. ഇനി രാജേന്ദ്ര, ഹേ രാവണ രാജാവേ, ലങ്കാം ദിദക്ഷൻ ഇവ പശ്യതി. ലങ്കയെ ദഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ലങ്കയിലേക്ക് നോക്കുന്നുണ്ട് ഒരാൾ. ഇപ്പം ഞാൻ ലങ്കയെ ദഹിപ്പിക്കുന്ന അത്ര ദേഷ്യത്തോടെ നോക്കണ ഒരാളെ കണ്ടോളൂ. ഏഷ വാനര ശരഭനാമ കോടിയൂഥപനായക. ഈ ലങ്ക എപ്പം കിടന്ന് നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ലങ്കയെ നോക്കണ ഈ വാനരൻ്റെ പേര് ശരഭൻ എന്നാണ്. മാത്രമല്ല അവൻ ചില്ലറക്കാരനല്ല, കോടി വാനരന്മാരുടെ നായകനാണ്. കോടി വാനരന്മാരുടെ നായകനാണ് ഈ ശരഭൻ. ലങ്കയെ നശിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചും കൊണ്ട് നോക്കി നിൽക്കുകയാണ്. ഏഷ പശ്യതി വൈ ലങ്കം ദിദക്ഷന്നിവ വാനര ശരഭോ നാമ രാജേന്ദ്ര കോടിയൂഥപനായക. കോടി വാനരന്മാരുടെ സംഘത്തിൻ്റെ നായകനാണ്. ഇനി പനസശ്ച മഹാവീരോ മൈന്ദശ്ച ദ്വിവിധസ്തഥാ നളശ്ച സേതുകർത്താസൗ വിശ്വകർമ്മസുതോ ബലി. ഇനി വേറൊരാളെ കാണിച്ചിട്ട് പറഞ്ഞു, ദാ അവൻ പനസനാണ്, മഹാപരാക്രമി. അടുത്തുള്ള ആള് മൈന്ദൻ, പിന്നെ ഒരാൾ ദ്വിവിധൻ, പിന്നെ നളൻ. നളനാണ് സേതുബന്ധനം ചെയ്തത്. ആ നളൻ വിശ്വകർമാവിൻ്റെ മകനാണ്, മഹാബലവാനാണ്. കുറച്ചാളെയും കൂടി പരിചയപ്പെടുത്തി. ആരൊക്കെ? പനസൻ, മൈന്ദൻ, ദ്വിവിധൻ. എന്നിട്ട് പിന്നെ നളനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നളനാണ് സേതുബന്ധനം ചെയ്തത്. നളൻ ചില്ലറക്കാരനല്ല, വിശ്വകർമാവിൻ്റെ മകനാണ്. അവനാണ് ഇത്ര വേഗം സേതു ബന്ധനമൊക്കെ ചെയ്തത്. മഹാബലവാനാണ് എന്ന് പറഞ്ഞു. ഇവരെയും കാണിച്ചു കൊടുത്തു. പനസശ്ച മഹാവീരോ മൈന്ദശ്ച ദ്വിധസ്തഥാ നളശ്ച സേതുകർത്താസൗ വിശ്വകർമ്മസുതോ ബലി. 34. വാനരാണാം വർണ്ണനെ വാ സംഖ്യാനി വാ ക ഈശ്വര ശൂരാഹ സർവേ മഹാകായാഹ സർവേ യുദ്ധാഭികാംക്ഷിണ. എന്താ ഇപ്പോൾ പറയണറിയോ?
വാനരാനാം വർണ്ണനെ, വാനരന്മാരുടെ ഈ വർണ്ണിച്ചതിലോ സംഖ്യാനേവ കണക്ക് നിശ്ചയിക്കാനോ ഈശ്വര സമർത്ഥൻ ആര്? സർവേ ശൂര, എല്ലാ ഈ ശൂരവീര പരാക്രമികളും മഹാകായ, കണ്ടാലും ഭയങ്കര വലിയ ശരീരമാണ്, പർവ്വതതുല്യന്മാരാ. യുദ്ധാഭികാംക്ഷിണ, മാത്രമല്ല യുദ്ധം ചെയ്യാനിങ്ങനെ ആഗ്രഹിച്ചും കൊണ്ട് വരണവരുമാണ്. എങ്ങനെ ഇവരോടൊക്കെ എതിർക്കുക എന്നാണ് പറയണത്. ഈ വാനന്മാരുടെ പരാക്രമത്തിനെയും ഗുണങ്ങളെയൊക്കെ എനിക്ക് മുഴുവൻ പറഞ്ഞു തരാൻ സാധ്യമല്ല. അതായത് വാക്കുകളെ കൊണ്ട് എനിക്ക് പറഞ്ഞ് അങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവർക്ക് എത്ര പരാക്രമം ഉണ്ടെന്ന്. വാക്കുകളാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ആരെയും, അത്ര പരാക്രമികളാണ്. വാക്കുകൾക്ക് അതീതമാണ് അവരുടെ പരാക്രമം. മാത്രമല്ല എത്ര വാനരന്മാരുണ്ടെന്ന് കണക്ക് എണ്ണി തീർക്കാനും സാധിക്കില്ല. പിന്നെയോ ആർക്ക് സാധിക്കില്ല? ഈശ്വരനും കൂടി സാധിക്കില്ല എന്നൊക്കെ പറയാം. എല്ലാവരും ശൂരന്മാരും ഭയങ്കര വലിയ ശരീരമുള്ളവരും യുദ്ധം ചെയ്യാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ളവരുമാണ്. എന്താ കഥ? ഇവരുടെ പരാക്രമം എനിക്ക് പറയാൻ സാധിക്കില്ല, അവരുടെ എണ്ണം എനിക്ക് കണക്കാക്കാൻ സാധിക്കില്ല. എല്ലാവരും മഹാശൂരന്മാരാണ്, എല്ലാവരും യുദ്ധം ചെയ്യാനിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടുവന്നവരുമാണ് എന്ന് പറഞ്ഞു. വാനരാണാം വർണ്ണനെ വാ സംഖ്യാനെ വാക്ക ഈശ്വര. ഏതൊരു ഈശ്വരനാണ് വാരന്മാരുടെ ശക്തി വർണ്ണിക്കാനും പിന്നെ അവരുടെ എണ്ണം കണക്കാക്കാനും സാധിക്കുക എന്ന് ചോദിച്ചാൽ ആർക്കും സാധിക്കില്ല എന്ന്. ശൂരാഹ സർവേ മഹാകായ സർവേ യുദ്ധാഭികാംക്ഷിണ. ഇനി 35. ശക്താഹ സർവേ ചൂർണയിതും ലങ്കാം രക്ഷോഗണൈഃ സഹ ഏതേഷാം ബലസംഖ്യാനം പ്രത്യേകം വച്മി തേ ശൃണു. രക്ഷോഗണൈഃ സഹ, രക്ഷോഗുണങ്ങളോട് കൂടെ ലങ്കാം ചൂർണയിതും, ലങ്കയെ പൊടി ഭസ്മാക്കാൻ, ചൂർണം ആക്കുക പറഞ്ഞാൽ എന്താ, പൊടിയാക്കാൻ. അതായത് ഈ രാക്ഷസന്മാരടക്കം എല്ലാവരെയും ലങ്കയെ മുഴുവൻ, രാക്ഷസന്മാരോടുകൂടിയ ലങ്കയെ മുഴുവൻ പൊടിഭസ്മമാക്കുവാൻ, അതാണ് ചൂർണയിതും. സർവേ ശക്ത, എല്ലാവരും ശക്തന്മാരാണ്. ഈ പറഞ്ഞവരൊക്കെ ലങ്കയെ പൊടിഭസ്മാക്കാൻ ശക്തിയുള്ളവരാണ്. ഏതേഷാം ബലസംഖ്യാനം, ഇവരുടെ ബലത്തിൻ്റെ ഈ ഒരു കണക്കിനെ പ്രത്യേകം വച്മി, വെവ്വേറെ ഞാൻ പറയാം, ശൃണു കേട്ടാലും. അതായത് രാവണനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തന്നെ നോക്കണം. അതായത് ഇവരെല്ലാവരും ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ എടുത്താലും അവർക്കൊക്കെ ലങ്കയെ അതിലത്തെ സർവ്വരാക്ഷസന്മാരെയും പൊടി ഭസ്മാക്കാനുള്ള സാമർഥ്യം ഉള്ളവരാണ്. ഒരാൾ വന്നാൽ മതി. ഈ പറഞ്ഞവരിൽ ഒരാളൊക്കെ തന്നെ ഈ ലങ്കയെ പൊടി ഭസ്മാക്കാനുള്ള സാമർഥ്യമുണ്ട്. ഇവരിൽ ഓരോരുത്തരുടെയും സൈന്യം, അതായത് ഇവരൊക്കെ സൈന്യാധിപന്മാരാണ് ഈ പറഞ്ഞവരെ. ഇവരിൽ ഓരോരുത്തരുടെയും സൈന്യത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ വെവ്വേറെ അങ്ങോട്ട് പറയാം, അതും കൂടി അങ്ങ് കേൾക്കൂ എന്ന് പറയാണ്. അതായത് ഈ രാവണനെ ബോധ്യപ്പെടുത്തുകയാണ് എന്ത്, ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും ഈ ലക്ഷ്മണൻ്റെയും ശ്രീരാമൻ്റെയും അങ്കദൻ്റെയും ഒക്കെ പുറമേ വെറും ഇവിടെ ബാക്കിയുള്ള വാനന്മാർ വിചാരിച്ചാൽ തന്നെ ലങ്ക പറ്റും. ഇവർ നാലാളം പറയണ്ട. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ കീഴിലുള്ള വാനന്മാരുടെ സംഖ്യ എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ എന്നാലും പറയാൻ ശ്രമിക്കാം, ഇവരുടെ സൈന്യം എത്രയാണെന്ന്, ഓരോരുത്തരുടെയും സൈന്യത്തിൽ എത്ര വാനന്മാരുണ്ടെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. അതങ്ങ് കേട്ടോളൂ. അതായത് നല്ലോണം രാവണനെ പേടിപ്പിക്കുകയാണ്, എന്നാലെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറട്ടെ, അല്ലെങ്കിൽ ഈ ലങ്കയിലത്തെ രാക്ഷസന്മാർ മുഴുവൻ നശിക്കുന്ന ശുഗന് മനസ്സിലായി. അതുകൊണ്ടാണ് പറയണത്, ആ ലങ്കാനാശം ഒഴിവാക്കാൻ രാവണനോട് പറ്റണ അത്ര ഇവരുടെ ശക്തിയെപ്പറ്റി പറയുകയാണ് കേട്ടോ. അത് പറഞ്ഞ് നമുക്കൊന്ന് ഈ 35 കൂടി വായിച്ച് നമുക്ക് നിർത്താം. ഇനി 36, 37 ശുഗൻ പറയണം നാളെ ആവാം. ശക്താ സർവേ ചൂർണയിതും ലങ്കാം രക്ഷോഗണൈ സഹ ഏതേഷാം ബലസംഖ്യാനം പ്രത്യേകം വച്മി തേ ശൃണു. ഞാൻ വേറെ പ്രത്യേകം പറയാം, കേട്ടോളൂന്ന്.
അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഇപ്പോൾ എന്താണ്, നമ്മൾ കർക്കിടക മാസത്തിലാണ് ചെയ്യണത്. എന്തായാലും അതെങ്കിലും കുറേശ്ശെ ചെയ്യാൻ പറ്റിയാൽ നന്നായി എന്ന് വിചാരിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പാ ശരണം.